Good morning, all. Good morning, ma'am. നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ് ആണല്ലേ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം ടീച്ചർ കുറച്ചെടുത്തില്ലേ? എടുത്തില്ലേ? മാം ലാറിംഗോസ്കോപ്പ് മുതല ട്രോളി വരെ എടുക്കല്ലേ മിസ്? അല്ലേ? അല്ല, വീൽ ചെയർ എടുത്തായിരുന്നു ലൈൻസ്. ഓ, വീൽ ചെയർ എടുത്തിട്ടുണ്ടായിരുന്നു ലൈൻസ്. വീൽ ചെയർ എടുത്താണോ മിസ്? അതെ. ഇനി സ്ട്രക്ചേഴ്സ് മുതലാണല്ലേ മിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതെ അതെ. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ? എന്തായി, റിവിഷൻ ഒക്കെ തുടങ്ങിയോ എല്ലാവരും? കുറെ അവധികൾ കിട്ടുന്നുണ്ട് അല്ലേ? വിഷു ആയിട്ട്, ഈസ്റ്റർ ആയിട്ട് അല്ലെ, ദുഃഖവെള്ളിയൊക്കെ ആയിട്ട് കുറച്ച് അവധിയൊക്കെ കിട്ടിയില്ലേ? നോക്കി വന്നിട്ട് എന്തെങ്കിലും കുറച്ച് ഓക്കെ, സമയം കിട്ടുന്നതിനനുസരിച്ച് നോക്കാം കേട്ടോ. റിവിഷൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഉടനെ ഉണ്ടല്ലോ എക്സാമിന്. നിങ്ങൾക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് ഇപ്പൊ വെക്കേഷൻ ആണ്, കുട്ടികൾ വീട്ടിലുണ്ട്, ഒരുപാട് സമയമൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ കിട്ടുന്ന സമയം ഒഴിവൊക്കെ കിട്ടുമ്പോ നിങ്ങൾ നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ? നമുക്ക് തുടങ്ങാം. സ്ട്രക്ചേഴ്സ് എന്താണ്? സ്ട്രക്ചേഴ്സ് കണ്ടിട്ടുണ്ടല്ലോ നമ്മ പൊതുവായിട്ട് അല്ലെ? ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോ നമ്മ പൊതുവായിട്ട് കാണുന്ന ഒരു എക്യുപ്മെന്റ് ആണ് അല്ലെ? എന്താണ്? ഇൻസ്ട്രുമെന്റ് ആണ് സ്ട്രക്ചേഴ്സ്. സ്ട്രക്ചേഴ്സ് എന്താണ്? എന്തിനു വേണ്ടിയാണ് സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത്? പേഷ്യന്റിനെ ക്യാരി ചെയ്യാൻ അല്ലെ? എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ അതിൽ ക്യാരി ചെയ്യുന്നത്? നോർമൽ ആയിട്ടുള്ള ഒരു പേഷ്യൻസിനെ നമുക്ക് സ്ട്രക്ചറിൽ കൊണ്ടുപോകണോ? വേണ്ട അല്ലെ? എന്താണ്? അക്യൂട്ട് കണ്ടീഷനിലുള്ള അല്ലെ, തീവ്ര പരിചരണം അല്ലെങ്കിൽ അടിയന്തര സിറ്റുവേഷനിലുള്ള പേഷ്യന്റിനെയാണ് നമ്മൾ സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നത് അല്ലെ? അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ ആംബുലൻസിൽ നിന്ന് നമുക്ക് ഒരു പേഷ്യന്റിനെ ഇറക്കണം, അപ്പൊ എന്താണ് നമ്മൾ സ്ട്രക്ചർ ഉപയോഗിക്കാറില്ലേ? അക്യൂട്ട് കണ്ടീഷനിലുള്ള ഒരു പേഷ്യന്റിന് നമുക്ക് ആംബുലൻസിൽ നിന്ന് എന്താണ് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്ഷനിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ സ്ട്രക്ചർ ഉപയോഗിക്കാറുണ്ട് അല്ലെ? അപ്പൊ നോക്കിയേ, structures. A structure is an instrument used for carrying patients who needs medical care. എന്താണ്? മെഡിക്കൽ കെയർ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ക്യാരി ചെയ്യുന്നതിന് വേണ്ടി അല്ലെ, അവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സ്ട്രക്ചേഴ്സ്. Structures are mainly used in acute out of hospital care situation by emergency medical services. അല്ലെ, എന്താണ്? എമർജൻസി മെഡിക്കൽ സർവീസ് ആവശ്യമായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിലുള്ള അക്യൂട്ട് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ. അപ്പൊ എന്താണ്, ഹോസ്പിറ്റലിന്റെ പുറത്തും ആവശ്യമായിട്ട് വരില്ലേ സ്ട്രക്ചേഴ്സ്? ഇപ്പൊ എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയില്ലേ, ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് നിന്ന് പേഷ്യന്റിനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആംബുലൻസിൽ സ്ട്രക്ചർ ഉപയോഗിക്കാറില്ലേ? ആംബുലൻസിലുള്ള സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? അപ്പൊ എന്താണ്, അക്യൂട്ട് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ പുറത്ത് അടിയന്തര സേവനങ്ങൾ ആവശ്യമായ സിറ്റുവേഷനിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ നമുക്കറിയാം അല്ലെ, പേഷ്യൻസിനെ എന്താണ് അക്യൂട്ട് കണ്ടീഷനിലുള്ള അല്ലെ, അടിയന്തര സിറ്റുവേഷനിലുള്ള ഒരു പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് നമ്മൾ സ്ട്രക്ചർ ഉപയോഗിക്കാറില്ലേ? അപ്പൊ അവർക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണം അല്ലെ, അവർക്ക് എന്തെങ്കിലും സ്കാനിങ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു തീവ്രപരിചരണത്തിലുള്ള പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്? സ്ട്രക്ചറിലല്ലേ?
അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്കാണ് സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് സക്ഷനിങ് മെഷീൻ നമ്മ ഗ്യാസിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. സക്ഷൻ വാക്വം അല്ലെ, വാക്കത്തിൽ പഠിച്ചില്ലേ, സെക്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ? സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നോക്കി മിസ് പറഞ്ഞുതരാം. എ സെക്ഷനിങ് മെഷീൻ ഇസ് എ മൂവബിൾ ഇൻസ്ട്രുമെന്റ്. സെക്ഷനിങ് മെഷീൻ എന്ന് പറയുന്നത് നമുക്ക് മൂവബിൾ ആയിട്ടുള്ള, നമുക്ക് ഉന്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന അല്ലെ, മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. വലിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് അല്ലെ. ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ ഫോർ സക്കിംഗ് ഫ്ലൂയിഡ്സ് ഫ്രം എ പേഷ്യൻസ് എയർവേസ് ആൻഡ് മൗത്ത്. എന്താണ്? പേഷ്യന്റിന്റെ എയർവേസിൽ നിന്ന് അല്ലെ, ശ്വാസനാളത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് എന്താണ് ഫ്ലൂയിഡ്സുകൾ നീക്കം ചെയ്യാൻ മെഡിസിൻ ഫീൽഡിൽ ആരോഗ്യ മേഖലകളിൽ ഉപയോഗിക്കുന്ന ഒരു മൂവബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് സെക്ഷനിങ് മെഷീൻ. നമുക്ക് ഡെന്റിസ്റ്റിന്റെ അടുത്തൊക്കെ പോകില്ലേ? ഡെന്റിസ്റ്റിന്റെ അടുത്ത് റൂട്ട് കനാലൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ അവർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ വായിൽ നിന്ന് നമുക്ക് ആ ക്ലീൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അല്ലെ ആ ഒരു എന്താണ് ബ്ലഡ് വരും, അത് ക്ലീൻ ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ അവർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വരുന്ന അഴുക്കുകൾ റിമൂവ് ചെയ്യാനായിട്ട് അവർ വലിച്ചെടുക്കല്ലേ, ഒരു സൗണ്ട് ഒക്കെ കേൾക്കാറില്ലേ? ചെയ്തിട്ടുണ്ടോ? റൂട്ട് കനാലൊക്കെ ആർക്കെങ്കിലും ചെയ്ത് ട്യൂബ് പോലെ അല്ലെ, ഒരു ചെറിയ ട്യൂബ് പോലെ എന്ത് ചെയ്യും നമ്മുടെ വായിന്റെ ഉള്ളിലേക്ക് ഇറക്കും അല്ലെ. അത് വെച്ചിട്ട് അഴുക്കുകൾ എന്താണ് വലിച്ചെടുക്കുക, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ആ മെഡിസിനുകളോ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ്സുകളോ എന്ത് ചെയ്യും അവര് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി, ക്ലീനിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സക്ഷനിങ് മെഷീൻ. ഓക്കെ അല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങൾ സക്ഷനിങ് മെഷീൻ ഒക്കെ? അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ശ്വാസനാളത്തിൽ നിന്ന് അല്ലെ, ശ്വാസനാളത്തിൽ നിന്നൊക്കെ എന്താണ് ഫ്ലൂയിഡ്സുകൾ അല്ലെ നീക്കം ചെയ്ത് ദ്രാവകങ്ങള് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന, വലിച്ചെടുക്കുക, സക്ക് ചെയ്യുക അല്ലെ. സക്ക് ചെയ്യാന്ന് പറഞ്ഞാല് വലിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൂവബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് സക്ഷനിങ് മെഷീൻ. കണ്ടില്ലേ മെഷീൻ? ആ ഒരു മെഷീന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫ്ലോമീറ്റർ. ഫ്ലോമീറ്റർ കണ്ടിട്ടുണ്ടോ? ഗ്യാസിന്റെ ഒക്കെ മുകളിൽ കണ്ടിട്ടില്ലേ? അതിന്റെ ആ ഒരു അളവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടറിന്റെ മുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു എക്യുപ്മെന്റ്? A device control and gauges the flow of fluid and gas. എന്താണ് ഫ്ലൂയിഡുകളോ അതല്ലെങ്കിൽ എന്താണ് ഗ്യാസുകളോ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അളക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, ഒരു ഡിവൈസ് ആണ് ഫ്ലോമീറ്റർ. In anesthetic gas machine, it is the flow meter that gases by speed of flow based on their viscosity and density. അല്ലെ, ഒരു ഗ്യാസിന്റെ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റി, അതിന്റെ ഡെൻസിറ്റിയുടെയും അടിസ്ഥാനത്തിൽ എന്താണ് അതിന്റെ ആ ഒരു ഫ്ലോ അല്ലെ, അതിന്റെ ആ ഒരു ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന, അനസ്തേറ്റിക് ഗ്യാസിൽ ഉപയോഗിക്കുന്നതാണ് ഫ്ലോമീറ്റർ. ഇപ്പൊ നമ്മൾ അനസ്തേറ്റിക് ഗ്യാസിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്, ഓക്സിജൻ സിലിണ്ടറിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഇല്ലേ? ഓക്സിജൻ സിലിണ്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്, കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിലൊക്കെ? അപ്പൊ എന്താണ് ഒരു ദ്രാവകത്തിന്റെ അതല്ലെങ്കിൽ ഒരു ഗ്യാസിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഇത് ഫ്ലോമീറ്റർ. ഓക്കെ ആണോ? ബേസ്ഡ് ഓൺ വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി അല്ലെ. ഇപ്പൊ വിസ്കോസിറ്റി എന്ന് പറഞ്ഞ ഗേജ് എന്ന് പറഞ്ഞാല് അളക്കുക, മെഷർ ചെയ്യാം. നമ്മ ഫസ്റ്റ് ഗേജ് മീറ്റർ പഠിച്ചില്ലേ മെഡിക്കൽ ഗ്യാസിലൊക്കെ? ഗേജ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഒരു ഗ്യാസിന്ന് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡിന്ന് ഇത്ര അളവിൽ മാത്രം ആ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാസ് പോകാൻ പാടുള്ളൂ എന്നില്ലേ? ഒരുപാട് അളവിൽ പോകാൻ പാടുണ്ടോ? ഒരുപാട് ക്വാണ്ടിറ്റിയിൽ പോകാൻ പാടുണ്ടോ? പാടുണ്ടോ?
ഇല്ല അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യണം? അത് നമുക്ക് കൺട്രോൾ ചെയ്യണ്ടേ? അതാ ഒരു മെഷീനുമ ആ ഗ്യാസുമ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കണം അല്ലെ. അപ്പൊ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്, ഒരു ഡിവൈസ് ആണ് ഫ്ലോമീറ്റർ. ക്ലിയർ ആയോ? വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി. ഇപ്പൊ നമുക്കറിയാം ഈ നമ്മുടെ വാട്ടറിന്റെ തേനിന്റെയും ഒഴുക്ക് ഒരേപോലെയാണോ? വിസ്കോസിറ്റി ഒരേപോലെയാണോ? റെസിസ്റ്റൻസ് ടു ഫ്ലോ വാട്ടർ ആണോ? അപ്പൊ നമ്മ എന്താണ്, വെള്ളം ചെരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വീണു പോകും അല്ലെ താഴേക്ക്, ആണോ അല്ലെ? ഹണി അങ്ങനെയാണോ? തേൻ അങ്ങനെയാണോ? അല്ല അല്ലെ, തേനിന് കുറച്ചും കൂടി വിസ്കോസിറ്റി കൂടുതലാണ് അല്ലെ, വിസ്കോസിറ്റി കൂടുതലാണ് അല്ലെ. അപ്പൊ ഈ ഒരു ഫ്ലോയിന്, ഗ്യാസിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൂയിഡിന്റെ വിസ്കോസിറ്റിയുടെ അടിസ്ഥാനത്തിൽ അതിന്റെ ഒഴുക്കിനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ഫ്ലോമീറ്റർ. ഓക്കെ ആയോ? നെക്സ്റ്റ് സിറിഞ്ച് പമ്പ്. സിറിഞ്ച് പമ്പ് ഇങ്ങനെ ഒരു മെഷീൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സിറിഞ്ച് പമ്പ്. ഒരു മിനിറ്റ് കേട്ടോ, മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, എന്നിട്ട് അതിന്റെ ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. A syringe driver or syringe pump is a little infusion pump. Some consist of infuse and withdraw capability. എന്താണ്, നമുക്ക് ഒരു സ്മോൾ എമൗണ്ടില് മരുന്നുകളോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ്സുകളോ എന്താണ് നമ്മുടെ പേഷ്യന്റിന്റെ ശരീരത്തിൽ കയറ്റാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ലിറ്റിൽ ആയിട്ടുള്ള ഇൻഫ്യൂഷൻ പമ്പാണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിനെ പറഞ്ഞ യൂസ്ഡ് ടു അഡ്മിനിസ്റ്റർ ഗ്രാജുവലി സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്സ് വിത്ത് ഓർ വിത്തൗട്ട് മെഡിക്കേഷൻ എന്നുള്ളത് കഴിഞ്ഞിട്ട് ആ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തേ. വിത്ത് ഓർ വിത്തൗട്ട് മെഡിക്കേഷൻ. കഴിഞ്ഞോ ചെയ്തത്? എന്നിട്ട് എന്താക്കിയേ? സ്മോൾ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ്സ് ടു എ പേഷ്യൻസ്. എന്താണ്, ഒരു ചെറിയ എമൗണ്ടില് പേഷ്യന്റിന്റെ ശരീരത്തിലേക്ക് എന്താണ് ഫ്ലൂയിഡ്സുകൾ കയറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഇൻഫ്യൂഷൻ പമ്പാണ് സിറിഞ്ച് പമ്പ് എന്ന് പറയുന്നത്. ഫോർ യൂസ് ഇൻ കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച് അല്ലെ, ബയോമെഡിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ റിസർച്ച് ഏരിയാസിലൊക്കെ സിറിഞ്ച് പമ്പ് ഉപയോഗിക്കുന്നത്. നമുക്ക് റിസർച്ചുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യാറില്ലേ? കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. എന്തെങ്കിലും ഗവേഷണങ്ങൾ നടത്തുമ്പോൾ ഉണ്ടോ? എന്തെങ്കിലും സാധനങ്ങൾ മെഡിസിൻ ആയിക്കോട്ടെ എന്തെങ്കിലും കണ്ടുപിടിക്കുമ്പോൾ അപ്പൊ നമുക്ക് ആ ഉപയോഗിക്കുന്ന ആ കെമിക്കൽസ് നമുക്ക് ഒരുപാട് എമൗണ്ടിൽ നമ്മൾ അതിൽ ആഡ് ചെയ്യോ? ഒരുപാട് എമൗണ്ടിൽ ആ കെമിക്കൽസ് അതിൽ ആഡ് ചെയ്യോ? ഇല്ല അല്ലെ. ചെറിയ കുറച്ചല്ലേ ആഡ് ചെയ്ത് നോക്കുന്നത്. സ്മോൾ എമൗണ്ടിലായിരിക്കും ആഡ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ്, അപ്പൊ നമുക്ക് ഇതില് തന്നെ ഈ ഒരു ഡിവൈസിൽ തന്നെ അതിന്റെ ആ ഒഴുക്ക് എത്ര വേണം എന്നുള്ള ആ ഒഴുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച് ഏരിയാസിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഇൻഫ്യൂഷൻ പമ്പ് അല്ലെങ്കിൽ സിറിഞ്ച് പമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ മിസ്. സിറിഞ്ച് വെച്ചിട്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാണ്.
എന്നിട്ട് അതില് അളവ് എത്ര പ്രഷർ ആണോ പോവേണ്ടത് ആ ഒരു മരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. അതിനനുസരിച്ച് പേഷ്യന്റിന്റെ മെഡിക്കേഷൻസ് മരുന്നുകളോ പാസ് ചെയ്തുകൊണ്ടിരിക്കും ആ ഇൻഫ്യൂഷൻ പറയുമ്പോഴേ. കണ്ടോ? ക്ലിയർ ആയോ? അത് ഓക്കെ ആയോ? അപ്പൊ എന്താണ് നമ്മൾ ആ ഒരു മെഷീനിൽ തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് എത്ര എമൗണ്ട് ആണ് ഫ്ലൂയിഡ്സ് ആ ഒരു പേഷ്യന്റിന്റെ ശരീരത്തിലേക്ക് പോകേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് അത് നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും ആ ഒരു സിറിഞ്ചിലുള്ള ഫ്ലൂയിഡ്സുകളോ അല്ലെങ്കിൽ മരുന്നുകളോ പേഷ്യന്റിന്റെ ശരീരത്തിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇൻഫ്യൂഷൻ പമ്പ്, സിറിഞ്ച് പമ്പ്. ഒരു മിനിറ്റ് കേട്ടോ മിസ്, നമുക്ക് ഇനി സ്റ്റെതസ്കോപ്പ് അല്ലെ. സ്റ്റെതസ്കോപ്പ് നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് അല്ലെ, ഒരു ഡിവൈസ് അല്ലേ ഹോസ്പിറ്റലുകളില്. എന്തിനു വേണ്ടിയാണ് സ്റ്റെതസ്കോപ്പ് ഉപയോഗിക്കുന്നത്? സ്റ്റെതസ്കോപ്പ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇന്നർ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇന്നർ സൗണ്ട് കേൾക്കാനായിട്ട് അല്ലെ. ഹാർട്ട് ബീറ്റ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഒരു സൗണ്ട് അല്ലേ. അപ്പൊ അനിമൽസിന്റെയോ അതല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയുടെ മനുഷ്യ ശരീരത്തിലെയോ ഇന്നർ സൗണ്ടുകൾ കേൾക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓഡിറ്ററിയിലെ ശ്രവണ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് സ്റ്റെതസ്കോപ്പ്. സ്റ്റെതസ്കോപ്പ് എങ്ങനെയായിരിക്കുന്നത്? അതിന്റെ നമ്മുടെ ഹാർട്ടിന്റെ അവിടെ വെച്ച് നോക്കുന്ന ഒരു ഡിസ്ക് ഷേപ്പ്ഡ് റെസൊണേറ്റർ ഉണ്ട് അല്ലെ. അതിലൂടെയല്ലേ ആ ഒരു റെസൊണേറ്റർ നമ്മുടെ ഹാർട്ടിന്റെ അവിടെ വെച്ച് നോക്കുമ്പോഴല്ലേ നമ്മുടെ ഹാർട്ട് ബീറ്റ് അവർക്ക് കേൾക്കാൻ പറ്റുന്നത് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും? 2 ഇയർ പീസസ് ഉണ്ട് അല്ലെ, നമ്മുടെ ചെവിയിലേക്ക് കണക്ട് ചെയ്യുന്ന 2 ഇയർ പീസിലെ സ്റ്റെതസ്കോപ്പുമ്പോൾ അത് വെച്ചിട്ടല്ലേ ആ ഒരു ഹാർട്ട് ബീറ്റ് അവർക്ക് കേൾക്കാൻ സാധിക്കുന്നത്. നമ്മുടെ റെസ്പിറേഷന്റെ ഇതൊക്കെ കേൾക്കാൻ പറ്റും അല്ലെ, ലങ്സില് വെച്ച് നോക്കിങ്ങാണ്ട് അവരെ നമ്മളെ തിരിച്ചിരുത്തിയൊക്കെ നോക്കാറില്ലേ ഡോക്ടേഴ്സ് അല്ലേ. അപ്പൊ എന്താണ്? The stethoscope is an auditory medical device for oscillation or listening to the inner sounds of animal or human body. ഒരു മനുഷ്യ ശരീരത്തിലെയോ അല്ലെങ്കിൽ അനിമൽസ് മൃഗങ്ങളിലെയോ എന്താണ് ഇന്നർ സൗണ്ട് അല്ലെ, ഉള്ളിലുള്ള സൗണ്ട്, ബോഡിയുടെ ഉള്ളിലുള്ള സൗണ്ടുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ലിസൺ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ആണ് സ്റ്റെതസ്കോപ്പ്. Next, it will have a small disc shaped resonator. ഇതും എന്താണ്? ചെറിയ ഒരു ഡിസ്ക് ഷേപ്പിലുള്ള റെസൊണേറ്റർ ഉണ്ട് അല്ലെ, നമുക്ക് ആ ഒരു സൗണ്ട് റെസൊണേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. That is put against the chest. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ചെസ്റ്റിന്റെ നേരെ പിടിക്കുന്നു അല്ലെ. And 2 tubes connected to earpiece. 2 ട്യൂബും എന്താണ്? ഇയർ പീസസ് അല്ലെ, നമ്മുടെ ചെവിയിലേക്ക് വെക്കുന്നതിനുള്ള 2 ഇയർ പീസസ് കൂടി ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. It is often used to hear the sounds of the lungs and heart. ഇത് എന്താണ്? നമ്മുടെ ലങ്സിന്റെയോ അതല്ലെങ്കിൽ ഹാർട്ടിലെയോ അല്ലെ എന്താണ് സൗണ്ടുകൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്.
ഓസ്കൾട്ടേഷൻ എന്ന് പറഞ്ഞാല് ആന്തരിക അവയവ പരിശോധന. നമ്മുടെ ഹാർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഉള്ളിലുള്ള ഒരു അവയവല്ലേ ഹാർട്ട്, ലങ്സ് എന്ന് പറയുന്നത് അല്ലെ? ഇന്നറിലുള്ള ഒരു ഓർഗൻസ് ആണ് അല്ലെ? അല്ലേ? ആണോ? എന്താണ്? അപ്പൊ ആ ഒരു ഹാർട്ടിന്റെയോ അല്ലെങ്കിൽ ലങ്സിന്റെയോ സൗണ്ടുകൾ കേൾക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ശ്രവണ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഡിവൈസ് ആണ് സ്റ്റെതസ്കോപ്പ്. നെക്സ്റ്റ് ക്രാഷ് കാർട്ട്. ഇത് കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റൽ മിസ് ഒരു ചാപ്റ്റർ എടുത്തന്നപ്പോ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ക്രാഷ് കാർട്ട് ഓർമ്മയുണ്ടോ? ഫോട്ടോസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് എന്താണ്? ഇറ്റ് ഈസ് എന്താണ്? നമുക്ക് ഇതില് ഒരുപാട് മെഡിസിനുകൾ, എക്യുപ്മെന്റുകളൊക്കെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിക്കും അല്ലെ? സൂക്ഷിക്കാൻ പറ്റില്ലേ? എവിടെയാണ് ഈ ക്രാഷ് കാർട്ട് കൂടുതലായി വെക്കുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലല്ലേ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലാണ് അല്ലെ? അപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് നോൺ ആസ് not by other names like code cart and max cart. ഇതിന് പറയുന്ന മറ്റു പേരുകളാണ് code cart എന്നും max cart എന്ന് പറയുന്നു. നെക്സ്റ്റ് അതന്നെ പറഞ്ഞു, crash cart or code cart or max cart. എന്താണ്? crash cart എന്നോ code cart എന്നോ max cart എന്നോ ഇതിന് പറയുന്നു. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ എക്സാമിന്. അതർ നെയിം ഓഫ് max cart അല്ലെങ്കിൽ അതർ നെയിം ഓഫ് crash cart കേട്ടോ എക്സാമിന് വരുന്നതാണ്. It is a set of trays, drawers, shelves on wheels used in hospital for transportation and dispensing of emergency medication, equipment at the site of a medical or surgical emergency for life support protocols, ACLS or ALS, to potentially save someone's life. എന്താണ്? നമുക്ക് potentially save someone's life, ആരെങ്കിലെയും ലൈഫ്, ജീവിതം സംരക്ഷിക്കുന്നതിന് വേണ്ടി, രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഒരുപാട് എമർജൻസി മെഡിക്കേഷൻസോ അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള എക്യുപ്മെന്റുകളോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന ഒരുപാട് ട്രേസും ഡ്രോയേഴ്സും അല്ലെങ്കിൽ ഷെൽഫുകളുമുള്ള ഒരു വീൽസുകളൊക്കെ ഉള്ള ഒരു എക്യുപ്മെന്റ് ആണ് മാക്സ് കാർട്ട്. നെക്സ്റ്റ് പറയുന്നത്, ഇതിൽ പറയുന്നുണ്ട് ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ് അല്ലെ? ACLS ഓർ ALS. ACLS എന്ന് പറഞ്ഞാല് അഡ്വാൻസ്ഡ് കാർഡിയോവാസ്കുലർ ലൈഫ് സപ്പോർട്ട്. അപ്പൊ ഈ അഡ്വാൻസ്ഡ് കാർഡിയോവാസ്കുലർ ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറ്റാക്ക് ഒക്കെ വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന പേഷ്യൻസ് നമ്മൾ എന്താണ് പെട്ടെന്ന് തന്നെ CPR ഒക്കെ കൊടുക്കേണ്ടി വരും അല്ലെ? CPR അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചക്ഷൻസ് അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റുകളുടെ സേവനങ്ങളൊക്കെ കൊടുക്കേണ്ടി വരില്ലേ? പറ്റോ? വരില്ലേ? അഡ്വാൻസ്ഡ് കാർഡിയോവാസ്കുലർ അറ്റാക്ക് വരുന്ന പേഷ്യൻസ് അല്ലെ? അപ്പൊ അവർക്ക് എന്താണ് എമർജൻസി ആയിട്ട് ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും അല്ലെ? അറ്റാക്ക് ആണെന്ന് അറിയുമ്പോൾ അവര് ആ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലഡ് അലിയിച്ച് കളയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് കാർഡിയോവാസ്കുലർ ലൈഫ് സപ്പോർട്ടുകള് അതല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ടുകളൊക്കെ കൊടുക്കുന്നതിനുള്ള എന്താണ് എക്യുപ്മെന്റുകളും മെഡിക്കേഷൻസും ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ഉൾക്കൊള്ളുന്ന എന്താണ് ഒരുപാട് ഡ്രോയേഴ്സും അല്ലെങ്കിൽ ഒരുപാട് ഷെൽഫുകളോ അല്ലെങ്കിൽ ഒരുപാട് ട്രേസുകളൊക്കെ ഉള്ള ഒരു വീൽഡ് ആയിട്ടുള്ള വീലൊക്കെയുള്ള അല്ലെ ചക്രങ്ങളൊക്കെ ഉള്ള ഒരു എക്യുപ്മെന്റ് ആണ് ക്രാഷ് കാർട്ട്. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മ പറഞ്ഞു എന്താണ് പൊട്ടൻഷ്യലി സേവ് someone's lives അല്ലെ? നമ്മ പറഞ്ഞു എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളിലാണ് കൂടുതലായിട്ട് ക്രാഷ് കാർഡുകൾ ഉപയോഗിക്കുന്നത് അല്ലെ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് കൊണ്ടുവരുന്നത്? എമർജൻസി സിറ്റുവേഷനിലുള്ള പേഷ്യന്റ് ആണ് അല്ലെ? അപ്പൊ അവരുടെ അടുത്ത് ഓരോ മരുന്നുകൾ എടുക്കാൻ അല്ലെങ്കിൽ ഓരോ എക്യുപ്മെന്റുകൾ എടുക്കാൻ അവരുടെ അടുത്ത് എപ്പോഴും നമുക്ക് പോകാൻ പറ്റുമോ? അവിടെ നിൽക്കുന്ന ഡോക്ടറിന് അല്ലെങ്കിൽ നഴ്സിന് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് പെട്ടെന്ന് തന്നെ അവർക്ക് കൊടുക്കണം അല്ലെ? ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് വേണ്ട എല്ലാ കെയറും കൊടുക്കണ്ടേ നമ്മ? അപ്പൊ എന്താണ് ഓരോ സമയം അവരുടെ അടുത്ത് നിന്ന് പോകാൻ പറ്റുമോ?
അപ്പൊ ഇങ്ങനെ ഒരു ക്രാഷ് കാർട്ട് ഉണ്ട്. എമർജൻസി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിനുകള് അല്ലെങ്കിൽ എക്യുപ്മെന്റുകള് ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു കാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കൊടുക്കാലോ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകള്. നമുക്ക് സമയം പാഴാക്കി കളയണോ? കളയണോ? ഒരു എക്യുപ്മെന്റ് എടുക്കാൻ പോവുക അല്ലെങ്കിൽ ഒരു മെഡിസിൻ എടുക്കാൻ പോവുക അല്ലെ? വേണോ? വേണ്ടല്ലോ, വേണ്ട. അപ്പൊ അങ്ങനെ എന്താണ് സമ്മൺ ലൈഫ്സ് അല്ലെ, പൊട്ടൻഷ്യലി സമ്മൺ ലൈഫ്സുകള് സേവ് ചെയ്യാനായിട്ട് ഒരുപാട് എമർജൻസി ആയിട്ട് യൂസ് ചെയ്യുന്ന മരുന്നുകളും എക്യുപ്മെന്റുകളൊക്കെ സൂക്ഷിക്കുന്ന ഒരുപാട് ഡ്രോയേഴ്സോ അല്ലെങ്കിൽ എന്താണ് ട്രേസുകളൊക്കെ ഉള്ള ഒരു എക്യുപ്മെന്റിനെയാണ് ക്രാഷ് കാർട്ട് അല്ലെങ്കിൽ മാക്സ് കാർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നെബുലൈസർ അല്ലെ, നമുക്ക് അറിയുന്ന മിക്കവരും ചിലരുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും നെബുലൈസർ. ഇപ്പോ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ എപ്പോഴും ഈ ചുമ അല്ലെ ഒക്കെ ഉള്ള ഒരു വീട്ടിലുണ്ടാവും അല്ലെ നെബുലൈസർ. അപ്പൊ അതെങ്ങനെയുള്ള ആളുകൾക്കാണ് ഉപയോഗിക്കുന്നത്? ശ്വാസം മുട്ട് കഫക്കെട്ടൊക്കെ വരുന്ന ആളുകൾക്കാണ് അല്ലെ. അപ്പൊ നോക്കിയേ, അതെന്താണ്? നമുക്ക് മിസ്റ്റ് രൂപത്തിലാണ്. നമ്മ അതിൽ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? മൂടൽ മഞ്ഞ പോലെ മിസ്റ്റ് രൂപത്തിലല്ലേ? നമ്മുടെ ലങ്സിന്റെ ഉള്ളിലേക്ക് പോകും അല്ലെ. മിസ്റ്റ് രൂപത്തില് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലങ്സിലേക്ക് മരുന്നുകൾ പോകും അല്ലെ. നോക്കിയേ, ഇറ്റ് ഈസ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ്. നമ്മുടെ ലങ്സിലേക്ക് ഡ്രഗ് ഡെലിവറി ചെയ്യുന്ന മരുന്നുകള് ഡെലിവറി ചെയ്യുന്നതിനല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അതിൽ എന്ത് ചെയ്യാറുണ്ട്? മരുന്നൊഴിക്കാറുണ്ട് അല്ലേ? മരുന്നൊഴിച്ചിട്ടാണ് നമ്മൾ നെബുലൈസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് എ ഡ്രഗ് ഡെലിവറി ഇൻസ്ട്രുമെന്റ്. മരുന്നുകള് ഡെലിവറി ചെയ്യുന്നതിന് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക്, അതായത് ലങ്സിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നെബുലൈസർ. യൂസ്ഡ് ടു ഗിവ് മെഡിക്കേഷൻ ഇൻ ദ ഫോം ഓഫ് എ മിസ്റ്റ് ഇൻഹേൽഡ് ഇൻടു ദി ലങ്സ്. എന്താണ് ഇത്? മൂടൽമഞ്ഞിന്റെ രൂപത്തില് മരുന്നുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലങ്സിലേക്ക് ഇൻഹെയിൽ ചെയ്ത് കൊടുക്കാണ് അല്ലെ, ഉള്ളിലേക്ക് കൊടുക്കുന്നു. നെബുലൈസർ ആർ മെയിൻലി യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് സിസ്റ്റിക് ഫൈബ്രോസിസ്, ആസ്മ, COPD ആൻഡ് അതർ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് അല്ലെ. എന്താണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്? ഒരു ജനിതക വൈകല്യമാണ്. അതെന്താണ്? നമുക്ക് ഇടയ്ക്കിടെ എന്താണ് ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടാവുക. അതിന്റെ ഫലമായിട്ട് എന്താണ്? നമുക്ക് കഫക്കെട്ട്, ചുമ, ശ്വാസതടസ്സം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്ന ഒരു ജനിതക വൈകല്യത്തെയാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ചിലർക്ക് ഉണ്ടാവാറുണ്ട് അല്ലെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ട്, ശ്വാസസംബന്ധമായ അസുഖങ്ങള് നമുക്ക് പാരമ്പര്യമായിട്ടൊക്കെ കിട്ടാറുണ്ടെന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ? ശ്വാസം മുട്ടൊക്കെ പാരമ്പര്യമായിട്ട് കിട്ടാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? അങ്ങനെയുള്ള ഒരു എന്താണ് ജനിതക വൈകല്യമാണ് സിസ്റ്റിക് ഫൈബ്രോസിസ്. ഇടയ്ക്കിടെ ശ്വാസകോശത്തില് അണുബാധ ഉണ്ടായിട്ട് അവർക്ക് അതുമൂലം കഫക്കെട്ട്, ശ്വാസം മുട്ട്, ചുമ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ആസ്മ അല്ലെ, ശ്വാസം മുട്ട് ഉണ്ടാവാം. ചിലർക്ക് അലർജിയുടെ പ്രോബ്ലം ആയിട്ട് ഉണ്ടാവാറുണ്ട് അല്ലെ. ശ്വാസം മുട്ട്, ആസ്മ, പൊടി അലർജി അല്ലെ, പൊടിയൊക്കെ അലർജി ആയിട്ട്. അപ്പൊ ആസ്മ പേഷ്യൻസിന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എന്താണ്? COPD അല്ലെ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് അവർക്ക് എന്താണ്? ശ്വാസതടസ്സം ഉണ്ടാവുന്നത്. അവരുടെ ശരീരത്തില് ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ട് അവർക്ക് ശ്വാസതടസ്സമല്ലേ വരുന്നത്. COPD ഒക്കെ നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്താണ്? ഈ നെബുലൈസറിലൂടെ അല്ലെ, ഹോസ്പിറ്റലിൽ നമ്മൾ പോയിട്ട്, വീട്ടിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് എങ്ങനെയാ കൊടുക്കുന്നത്? നെബുലൈസേഷൻ, അതിൽ മരുന്ന് ഒഴിച്ചിട്ട് നമ്മൾ നെബുലൈസ് ചെയ്യും. ഹോസ്പിറ്റലിലാണെങ്കിലോ മരുന്ന് മാത്രം ഒഴിക്കുള്ളൂ, നമുക്ക് അതിൽ കൂടി ഓക്സിജൻ കൂടി തരാറുണ്ട് അല്ലെ. ചെയ്തിട്ടില്ലേ ഹോസ്പിറ്റലില്? നമുക്ക് അതിലേ കൂടി എന്ത് ചെയ്യും? അവര് ഓക്സിജനും കൂടി തരും അല്ലെ. അപ്പൊ എന്താണ്? ഈ COPD വരുന്ന പേഷ്യൻസിനൊക്കെ എന്താണ് ഈ നെബുലൈസർ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ റെസ്പിറേറ്ററി ഡിസീസ് ഓർ ഡിസോർഡേഴ്സ് അല്ലെ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കോ അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഉള്ളവർക്കോ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നെബുലൈസർ ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ അല്ലേ?
നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് അല്ലെ, അതായത് ലങ്സിലേക്ക് ഡ്രഗ് മിസ്റ്റ് രൂപത്തില് ഡ്രഗുകള് ഡെലിവറി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നെബുലൈസർ. നെബുലൈസർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് സിസ്റ്റിക് ഫൈബ്രോസിസ് ഉള്ളവര് അല്ലെങ്കിൽ ആസ്മ പേഷ്യൻസ് അല്ലെ, ശ്വാസമുട്ടുള്ളവര്, അതല്ലെങ്കിൽ COPD അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവരൊക്കെയാണ് നെബുലൈസർ ഉപയോഗിക്കുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സ്റ്റീം ഇൻഹെയിലർ. അതും മിക്കവരുടെ വീട്ടിലുള്ളതാണ് അല്ലെ. നമ്മൾ കറണ്ടിൽ കുത്തി ഇൻഹലേഷൻ ചെയ്യാറില്ലേ? ആവി പിടിക്കാറുണ്ട് അല്ലെ? ആവി പിടിക്കാറില്ലേ? നാച്ചുറൽ രീതിയിലുള്ള ഇൻഹലേഷൻ തെറാപ്പി ഉണ്ട് അല്ലെ. നാച്ചുറൽ രീതിയിലുള്ള അതെന്താണ്? പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്നത്, ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ് ചെയ്തിരുന്നത് എങ്ങനെയാണ്? പുട്ടുകുടത്തില് അല്ലെങ്കിൽ വലിയ കലത്തില് വെള്ളം തിളപ്പിച്ച് മഞ്ഞപ്പൊടിയോ അതല്ലെങ്കിൽ എന്താണ് തുളസി ഇല, പനിക്കൂർക്കൊക്കെ പുട്ടുകുടത്തിലൊക്കെ വെള്ളം തിളപ്പിച്ച് മഞ്ഞപ്പൊടിയോ അല്ലെങ്കിൽ എന്താണ് പനിക്കൂർക്കടലയോ അല്ലെങ്കിൽ എന്താണ് തുളസി ഇല ഒക്കെ എടുത്ത് നമ്മൾ ആവി പിടിക്കാറുണ്ട് അല്ലെ. അതെന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഹലേഷൻ തെറാപ്പിയാണ് അല്ലെ. പക്ഷെ അത് കൂടുതൽ എഫക്ട് ചെയ്യില്ലേ? നമുക്ക് കരണ്ടി കുത്തി ഇതില് കാണിച്ചിരിക്കുന്ന ആ ഒരു മെഷീൻ ഉപയോഗിക്കുന്നതിലും കൂടുതൽ എഫക്ട് ചെയ്യില്ലേ? പുട്ടുകുടത്തിലൊക്കെ ആവി പിടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഓക്കെ, നോക്കിയേ. Inhalation, steam inhaler. The most common and major benefits of the natural steam inhalation therapy is its marvelous way of treating the respiratory problem or complication generated with the warm and moist air while inhaling. With this process of steam inhalation, എന്താണ് ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ, സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം നൽകുന്നതുമായ ഒരു നീരാവി ശ്വസിക്കുന്ന എന്താണ് ചൂടുള്ളതും ഇതിൽ നിന്ന് വരുന്ന ആവി എങ്ങനെയുള്ളതാണ്? ഇൻഹലേഷൻ തെറാപ്പിയാണ് അല്ലെ. ഇറ്റ് ഈസ് എന്താണ്? ഇറ്റ്സ് മാർവലസ് വേ ഓഫ് ട്രീറ്റിംഗ് ദ റെസ്പിറേറ്ററി പ്രോബ്ലം ഓർ കോംപ്ലിക്കേഷൻ അല്ലെ. എന്താണ്? റെസ്പിറേറ്ററി ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ളവരെയോ അല്ലെങ്കിൽ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഉള്ളവർക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. വിത്ത് ദ വാം ആൻഡ് മോയ്സ്റ്റ് എയർ വൈൽ ഇൻഹേലിംഗ് വിത്ത് ദിസ് പ്രോസസ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അതിൽ നിന്ന് വരുന്ന ആ എയർ എങ്ങനെയുള്ളതായിരിക്കും? ചൂടുള്ളതായിരിക്കില്ലേ? ചെറിയൊരു ചൂടുള്ളതായിരിക്കില്ലേ? നമ്മ ആവി പിടിച്ചു കഴിയുമ്പോൾ എന്താണ്? നമ്മ വിയർക്കാറുണ്ടോ? ആ ഒരു ആവി നമ്മുടെ മുഖത്തേക്ക് അല്ലെ അടിക്കുന്നതിലൂടെ, നമ്മൾ ശ്വസിക്കുന്നതിലൂടെ നമുക്ക് ഒരു വിയർപ്പ് വരാറുണ്ടോ? ഇല്ലേ? അപ്പൊ എന്താണ് ഇത്? ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ മാറ്റുന്നു അല്ലെ. നമുക്ക് മൂക്കടയുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കാറില്ലേ? നമുക്ക് മൂക്കടയുമ്പോൾ എന്താണ്? ശ്വാസം കിട്ടില്ല അല്ലെ. ശ്വാസം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ നമ്മൾ എന്താ ഇങ്ങനെയുള്ള ഇൻഹലേഷൻ ഒക്കെ ഉപയോഗിച്ച് സ്റ്റീം ഇൻഹേലർ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പുട്ടുകുടത്തിലൊക്കെ ആവി പിടിക്കുമ്പോ എന്താണ് ഈ ചൂടുവായു നമ്മൾ ശ്വസിക്കുന്നതിലൂടെ നമുക്ക് ആശ്വാസം കിട്ടാറുണ്ടോ? മോസ്റ്റ് ഇപ്പൊ എന്താണ് നെബുലൈസർ ഒന്നും ഇല്ലാത്ത, നെബുലൈസർ ഒക്കെ എല്ലാ വീടുകളിലും വേണമെന്നില്ല അല്ലെ, ഉണ്ടാവണമെന്നില്ല. അപ്പൊ എന്താണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, സാധാരണയായിട്ട് ഉപയോഗിക്കുന്നതും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഹലേഷൻ തെറാപ്പി അല്ലേ. പിന്നെന്താണ്? ഇറ്റ്സ് മാർവെല്ലസ് വേ അല്ലെ. എന്താണ്? നല്ല രീതിയിലുള്ള ഒരു വഴിയാണ് അല്ലെ. എന്താണ്? റെസ്പിറേറ്ററി പ്രോബ്ലം അല്ലെ, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങള് കോംപ്ലിക്കേഷൻസ് ഉള്ളവരൊക്കെ ഉപയോഗിക്കുന്നതാണ്. വിത്ത് ഇതിൽ നിന്ന് വരുന്ന വായു എങ്ങനെയുള്ളതാണ്? വാം ആൻഡ് മോയിസ്റ്റ് എയർ അല്ലെ, ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായു ശ്വസിക്കുന്നതിലൂടെ എന്താണ്? നമുക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങള് കുറയ്ക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് എക്കോ ടെസ്റ്റ് അല്ലെ. എക്കോ ടെസ്റ്റ് കേട്ടിട്ടുണ്ടോ? നമുക്ക് പ്രഗ്നന്റ് ടൈമില്
നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാറില്ലേ പ്രഗ്നൻസി ടൈമില്? അതെവിടെയാണ് ചെയ്യുന്നത്? നമ്മുടെ വയറിനാണ് അല്ലെ ചെയ്യുന്നത്? വയറിനല്ലേ ചെയ്യുന്നത് ആ ഒരു അൾട്രാസൗണ്ട് USG സ്കാനിങ്. ഈ എക്കോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നെഞ്ചിന് ഹാർട്ടിന് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? എക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നോക്കിയേ, അപ്പൊ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ആ ഒരു സ്കാനിങ് ചെയ്യുന്നതിലൂടെ എന്താണ് നമ്മുടെ യൂട്രസിന്റെ ഉൾഭാഗമൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് അല്ലെ? കൊച്ചിന്റെ ഗ്രോത്ത് എങ്ങനെയാണ് അല്ലെ? കുഞ്ഞിന്റെ ഗ്രോത്ത് എങ്ങനെയാണ്? കുഞ്ഞിന്റെ പൊസിഷൻ എങ്ങനെയാണ് അല്ലെ? എത്ര വളർച്ച എത്തിയിട്ടുണ്ട് അല്ലെ? എത്ര വളർച്ച എത്തിയിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഇപ്പൊ നമ്മ ഹാർട്ടിനാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹാർട്ടിന്റെ ഉള്ളില് ഫുൾ ഒരു ക്ലിയർ ഇമേജ് കിട്ടുന്നില്ല അവർക്ക് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുമ്പോൾ? നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിസ് കണക്ട് ചെയ്ത് പറഞ്ഞത്. അപ്പൊ എന്താണ് നമ്മുടെ ഹാർട്ടിന്റെ ബ്ലഡ് വെസൽ എങ്ങനെയാണ് അല്ലെ? ഓക്കെയാണോ? അയോർട്ട, ആർട്ടറീസ്, വെയിൻസ് അല്ലെ അതൊക്കെ ഓക്കെയാണോ? ധമനികളൊക്കെ ഓക്കെയാണോ? അതല്ലെങ്കിൽ എന്താണ് ഹാർട്ടിന്റെ വാൾസ് എങ്ങനെയാണ് അല്ലെ? ബ്ലഡ് എന്തെങ്കിലും കോട്ടായി കിടക്കുന്നുണ്ടോ അല്ലെ? എന്താണ് ഹാർട്ടിന്റെ വാൾസുകൾ എങ്ങനെയാണോ? എന്തെങ്കിലും ബ്ലോക്കുകളോ കാര്യങ്ങളോ ഉണ്ടോ അല്ലെ? ഹാർട്ടിന്റെ ചേംബേഴ്സ് അല്ലെ അറകൾ എങ്ങനെയാണെന്നൊക്കെ എന്താണ് നമുക്ക് ഈ സ്കാനിങ്ങിലൂടെ കാണാൻ സാധിക്കുന്നില്ലേ? ഹാർട്ടിന്റെ ഉൾഭാഗത്തിന്റെ ഇമേജ് നമ്മൾ എടുക്കുന്നത് സ്കാനിങ്ങിലൂടെ. അപ്പൊ നോക്കിയേ മിസ് ഇത് പറഞ്ഞുതരാം. The test is also known as in the name of echocardiography or diagnostic cardiac ultrasound അല്ലെ? എന്താണ് നമ്മൾ ഇതിന് പറയുന്ന വേറൊരു പേരാണ് എക്കോയുടെ ഫുൾ ഫോം ആണ് എക്കോകാർഡിയോഗ്രഫി. അതല്ലെങ്കിൽ എന്താണ് ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്നും ഇതിന് പറയുന്നുണ്ട്. എക്കോ യൂസസ് സൗണ്ട് വേവ്സ് ടു ഡിസൈൻ പിക്ചർ ഓഫ് യുവർ ഹാർട്ട് ചേംബേഴ്സ് അല്ലെ? എന്താണ് നമ്മൾ സൗണ്ട് വേവ്സുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഹാർട്ടിന്റെ പിക്ചേഴ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എക്കോ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്തൊക്കെയാണ്? യുവർ ഹാർട്ട് ചേംബേഴ്സ് നമ്മുടെ ഹാർട്ടിന്റെ അറകള്, വാൽവുസുകൾ അല്ലെ? കൂടാതെ ഹാർട്ടിന്റെ വാൾസ് ഭിത്തികള്, കൂടാതെ എന്താണ് ആൻഡ് ദ ബ്ലഡ് വെസൽസ്, അയോർട്ട, ആർട്ടറീസ് ആൻഡ് വെയിൻസ് അതൊക്കെ അതിന്റെയൊക്കെ പിക്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ എന്താണ് പ്രവർത്തനങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ എക്കോ ടെസ്റ്റ് ചെയ്യുന്നത്. എക്കോ സ്കിൻ എന്നാണ് കേട്ടോ. വെയിൻസ് അറ്റാച്ച്ഡ് ടു യുവർ സ്കിൻ. ഹീൻ എന്നാണ് കൊടുത്തേക്കുന്നത്, ഹീൻ അല്ല സ്കിൻ. സ്കിന്നിനാക്കത്. A probe called a transducer is passed over your chest. എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ആ ഒരു സ്കാനിങ് എടുക്കുന്ന സമയത്ത് ഒരു പ്രോബ് ഈ പിക്ചറിൽ ഡോക്ടർ പിടിച്ചേക്കുന്നത് കണ്ടോ? അതേപോലെയുള്ള ആ ഒരു പ്രോബ് നമ്മുടെ വയറിന് ചുറ്റും പാസ് ചെയ്തിട്ടല്ലേ അവർ ആ ഒരു ഇമേജ് എടുക്കുന്നത്? ആ ഒരു പൊസിഷനിൽ വെച്ച് നോക്കിയിട്ടാണ് അല്ലേ? അതേപോലെ എന്താണ് ആ ഒരു പ്രോബ് നമ്മുടെ ഹാർട്ടിന്റെ അവിടെ വെച്ച് നോക്കിയിട്ടാണ് അവർ എന്തെടുക്കുന്നത്? ആ ഒരു ഹാർട്ടിന്റെ ഭിത്തികളുടെ ഈ ചേംബേഴ്സിന്റെ വാൾസുകളുടെ ഫോട്ടോസ് ഇമേജസ് എടുക്കുന്നത്. ക്ലിയർ അല്ലേ? അതൊക്കെ നിങ്ങൾക്ക് എടുക്കുന്ന ഒരു ഇതൊക്കെ നമുക്ക് ശരിക്കും യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കി ഒന്നുകൂടി കറക്റ്റ് ചെയ്യാം, ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പൊ മിസ് ആ ഒരു ഇൻഫ്യൂഷൻ പമ്പ് അല്ലെങ്കിൽ സിറിഞ്ച് പമ്പിന്റെ ആ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ആ ഒരു വീഡിയോ കണ്ടപ്പോ മിസ് പറഞ്ഞതിൽ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ. കുറച്ചും കൂടി ക്ലിയർ ആവും. എക്കോ ടെസ്റ്റ് മനസ്സിലായില്ലേ? നമ്മുടെ എന്താണ് നെഞ്ചിന് ഒരു അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കുന്നത് അല്ലെ? നമ്മുടെ എന്താണ് പ്രഗ്നൻസി ടൈമില് നമ്മുടെ വയറിന്റെ സ്കാനിങ് എടുക്കുന്നത് പോലെ നമ്മുടെ നെഞ്ചിന്റെ അൾട്രാസൗണ്ട് സ്കാനിങ് എടുക്കുന്നതാണ് എക്കോ. ഇതിലെന്താണ് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ നമുക്ക് ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു അല്ലെ? അപ്പൊ ഡോക്ടർ പറയാറില്ലേ എക്കോ ടെസ്റ്റ് എടുക്കാൻ? ആദ്യം ECG ഒക്കെ എടുക്കും അല്ലെ?
ECG എടുക്കും. അപ്പൊ ECGയിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നാൽ പറയും അല്ലെ, എക്കോ ടെസ്റ്റ് എടുക്കാൻ പറയാലോ അല്ലേ. കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ അവർ പറയും എക്കോ ടെസ്റ്റ് എടുക്കാൻ പറയും അല്ലെ. ആ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു എന്താണ് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് എക്കോ ടെസ്റ്റ്. ക്ലിയർ ആയില്ലേ? EEG എന്ന് പറഞ്ഞാല് ഇലക്ട്രോ എൻസഫാലോഗ്രാം. അത് അതിൽ കൊടുത്തിട്ടില്ല, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാട്ടോ. EEG ഇലക്ട്രോ എൻസഫാലോഗ്രാം. ഇലക്ട്രോ എൻസഫാലോഗ്രാം ഇതെയോ? 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 ഇതാണ് ഒന്നും പറയാത്തെ. വെച്ചി ക്ലാസ് കഴിയാറായപ്പോ ആളുള്ള ഉള്ളവർക്കൊരു അനക്കോ ഇല്ല. ഓക്കെ, എന്തിനായിരിക്കും ആ ഒരു പിക്ചറിൽ നോക്കിയേ, EEG എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയായിരിക്കും? എവിടെയാണ് ആ EEGയിലെ ഇലക്ട്രോഡ്സുകൾ ഘടിപ്പിച്ചേക്കുന്നത്? എവിടെയാണ് ഒരുപാട് ഇലക്ട്രോഡ്സുകൾ? ബ്രെയിൻ അല്ലേ. അപ്പൊ എന്താണ്, നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അല്ലെ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് EEG നടത്തുന്നത്. ഇപ്പൊ നമുക്ക് ECGയുടെ ആ ഒരു റിസൾട്ട് കണ്ടിട്ടുണ്ടോ? ECG റിസൾട്ട് അതെങ്ങനെയാണ്? ഒരു ഗ്രാഫ് പോലെ ഇങ്ങനെ അല്ലെ, ഗ്രാഫ് പോലെയല്ലേ പോകുന്നത്. അപ്പൊ അതേപോലെയാണ് നമ്മുടെ EEG എടുത്തു കഴിയുമ്പോൾ അതിന്റെ ആ ഒരു റിസൾട്ട് മോണിറ്ററിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ആ ഗ്രാഫിൽ ആ ഒരു ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ, EEG is used to find problems in the electrical function of the brain that may be connected with the certain ബ്രെയിൻ ഡിസോർഡേഴ്സ് അല്ലെ. ഈ ഒരു EEG ഉപയോഗിച്ച് കാണിട്ട് എന്താണ് നമ്മുടെ തലച്ചോറിന്റെ ഉള്ളിലെ ഇലക്ട്രിക്കൽ ഫങ്ഷൻസിനെ രേഖപ്പെടുത്താനായിട്ട് അത് അറിയാനായിട്ട് സാധിക്കുന്നു. അതനുസരിച്ച് എന്താണ് നമുക്ക് ബ്രെയിനിന് വല്ല ഡിസോർഡേഴ്സ് ഉണ്ടോ അല്ലെ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായി ഈ EEGയിലൂടെ സാധിക്കുന്നു. The measurement given by an EEG are used to verify various conditions. ഈ ഒരു EEGയുടെ മെഷർമെന്റ് അല്ലെ, നമ്മ പറഞ്ഞു നമുക്ക് ഹാർട്ടിന്റെ ECG എടുത്തു കഴിഞ്ഞാൽ അതിലാ വരുന്ന വേരിയേഷൻസ് കൊണ്ട് ഡോക്ടർ പറയാറില്ലേ, ECGയിലെ വേരിയേഷൻസ് ഉണ്ട് അല്ലെ. ECGയിലെ വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് അതർ പ്രൊസീജിയേഴ്സ് ചെയ്യണമെന്ന് പറയാറുണ്ട് അല്ലെ, അതർ പ്രൊസീജിയേഴ്സ്. അപ്പൊ എന്താണ് അവർക്ക് EEG എടുത്തിട്ട് ആ കിട്ടുന്ന റിസൾട്ടിൽ നിന്ന്, ആ ഒരു മെഷർമെന്റിൽ നിന്ന് എന്താണ് നമ്മുടെ ബ്രെയിനിന്റെ വേരിയസ് കണ്ടീഷനെ കുറിച്ച് അറിയാനായി സാധിക്കുന്നു. അതിൽ എന്തൊക്കെ പെടുന്നുണ്ട്? ഇൻക്ലൂഡിങ് എന്താണ് seizure disorders such as epilepsy, head injury അല്ലെ. നമുക്ക് എന്താണ് എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ എന്താ? അപസ്മാരം. കേട്ടിട്ടില്ലേ? അപസ്മാരം അല്ലെ. അപ്പൊ അപസ്മാരം പോലെയുള്ള രോഗങ്ങൾ അവർക്ക് EEG ഉപയോഗിച്ച് അറിയാനായി സാധിക്കുന്നു. ഈ ഹെഡ് ഇഞ്ചുറീസ് അല്ലെ, ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുക, അല്ലെങ്കിൽ നമ്മൾ എന്താണ് എവിടെയെങ്കിലും തല അടിച്ച് വീഴാം അല്ലെ. അപ്പൊ നമുക്ക് തലക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് പറ്റിയിട്ടുണ്ടോ എന്ന് അറിയണ്ടേ. ചിലർക്ക് എന്താണ് ഓർമ്മ പോവും അല്ലെ, ഓർമ്മക്കുറവ് സംഭവിക്കാം അല്ലെ, തലടിച്ചൊക്കെ വീഴുമ്പോൾ. അങ്ങനെ എന്താണ് നമുക്ക് എന്തെങ്കിലും ഹെഡ് ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് എപ്പിലെപ്സി അല്ലെ, അപസ്മാരം പോലെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഈ EEG ഉപയോഗിച്ച് സാധിക്കുന്നു. ക്ലിയർ ആയോ? എന്താണ് ചില നമ്മുടെ എന്താണ് മസ്തിഷ്ക സംബന്ധമായ വൈകല്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങള് എന്താണ് അറിയുന്നതിന് വേണ്ടിയിട്ട് തലച്ചോറിന്റെ വൈദ്യുത പ്രവർത്തനങ്ങളെ
അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് EEG. ഈ EEGയുടെ മെഷർമെന്റ് നോക്കിങ്ങാട്ട് നമുക്ക് തലച്ചോറിന്റെ വേരിയസ് കണ്ടീഷൻസിൽ അല്ലെ അറിയാനായി സാധിക്കുന്നു. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് എന്താണ് സീഷോർ ഡിസോർഡേഴ്സ് സച്ച് ആസ് എപ്പിലെപ്സി അല്ലെ അപസ്മാരം പോലെയുള്ള രോഗങ്ങൾ. അതല്ലെങ്കിൽ എന്താണ് നമുക്ക് ഹെഡ് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടോ അല്ലെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായി സാധിക്കുന്നു. ക്ലിയർ ആണോ? നെക്സ്റ്റ് ഒഫ്താൽമോസ്കോപ്പ്. കണ്ണ് പരിശോധിച്ചിട്ടുണ്ട് ആരെങ്കിലും? ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഡ്രൈവിംഗ് ലൈസൻസിന് എടുക്കാറില്ല, നമ്മൾ വായിപ്പിക്കാറുള്ളൂ അല്ലെ. അതല്ലെങ്കിൽ കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ അപ്പൊ അവരെന്താണ് അവരുടെ കയ്യിൽ പിടിച്ചിട്ട് ഒരു സാധനം വെച്ച് നമ്മുടെ ലെൻസ് പോലെ നമ്മുടെ കണ്ണിലേക്ക് നോക്കാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിനെയാണ് ഒഫ്താൽമോസ്കോപ്പ് അല്ലെങ്കിൽ ഫണ്ടോസ്കോപ്പ് എന്ന് പറയുന്നത്. നോക്കിയേ, ophthalmoscope also called fundoscopy. ophthalmoscope എന്നോ ഫണ്ടോസ്കോപ്പി എന്ന് പറയുന്നു. is a test, അതൊരു ടെസ്റ്റ് ആണ് അല്ലെ, which permits a health professional to watch inside the fundus of the eye and other structure using an ophthalmoscope. നമ്മുടെ കണ്ണിന്റെ ഏതെങ്കിലും മറ്റ് സ്ട്രക്ചർ യൂസിങ് എന്താണ് അതർ സ്ട്രക്ചർ അല്ലെ, മറ്റ് സ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടസിനെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽത്ത് പ്രൊഫഷണൽസ് അല്ലെ കണ്ണ് ഡോക്ടേഴ്സ് ഒക്കെ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ഒരു ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ഫണ്ടസ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ കണ്ണിന്റെ ബാക്ക് സർഫസിലെ വൈറ്റ് കളറിൽ കാണുന്നത് കണ്ടില്ലേ, വൈറ്റ് കളറില്. അപ്പൊ ആ ഒരു വൈറ്റ് കളറിന്റെ ആ സർഫസിന്റെ ഉള്ളിലല്ലേ കണ്ണിന്റെ എന്താണ് റെറ്റിന, ഒപ്റ്റിക്കൽ ഡിസ്ക് ഒക്കെ അടങ്ങിയിരിക്കുന്നത്. ആ ഒരു വൈറ്റ് കളറിലില്ലേ ബ്ലഡ് വെസൽസ് അല്ലെ, ആ ഒരു ബ്ലഡ് വെസൽസ് അല്ലെ കണ്ണിന്റെ ബ്ലഡ് വെസൽസ് ഒക്കെ. അപ്പൊ നമ്മുടെ ആ ബ്ലഡ് വെസലിനെ കുറിച്ച് അറിയണോ, അല്ലെങ്കിൽ നമ്മുടെ ആ ഡിസ്ക് അല്ലെ കണ്ണിന്റെ ആ കൃഷ്ണമണി അല്ലെ, കൃഷ്ണമണി അല്ലെ, അതൊക്കെ നോക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഫണ്ടോസ്കോപ്പ് നേത്രരോഗ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? It is performed as a part of an eye examination and may be performed as part of the customary physical examination. എന്താണ് ഇത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്? നേത്ര പരിശോധനയുടെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ മറ്റ് ഫിസിക്കൽ എക്സാമിനിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? ഹോൾട്ടർ മോണിറ്റർ കേട്ടിട്ടുണ്ടോ? ഹോൾട്ടർ മോണിറ്റർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ECG കേട്ടിട്ടില്ലേ? നമ്മ ECG കേട്ടിട്ടുണ്ട് അല്ലെ. ECG എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ECG എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഓരോ എക്യുപ്മെന്റുകളും നിങ്ങൾക്ക് സുപരിചിതമല്ലാത്ത അല്ലെ, ഹാർട്ട് റേറ്റ് അറിയാൻ കാർഡിയാക് സംബന്ധമായിട്ട് അല്ലെ, നിങ്ങൾക്ക് അധികം പരിചയമല്ലാത്ത എക്യുപ്മെന്റുകൾ നിങ്ങൾ എന്തെങ്കിലും കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. എക്സാമിന് വരുന്നതാണ് കേട്ടോ, എക്യുപ്മെന്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. വലിയ ചാപ്റ്റേഴ്സ് ആണ് അല്ലെ, അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. അപ്പൊ എന്താ ഒഫ്താൽമോസ്കോപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒഫ്താൽമോസ്കോപ്പ് കേട്ടിട്ടുണ്ടായിരുന്നോ? എല്ലാവരും കേട്ടിട്ടുണ്ട്? ഇല്ല. അപ്പൊ എന്ത് ചെയ്യാം, ഫണ്ടോസ്കോപ്പ് അല്ലെ, ഒഫ്താൽമോസ്കോപ്പിന് പകരം ഫണ്ടോസ്കോപ്പ് പഠിക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും അല്ലെ, ഫണ്ടസിനെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് അല്ലേ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. പിന്നെ ഹോൾട്ടർ മോണിറ്റർ എന്ന് പറയുമ്പോ ഹാർട്ടിന് ഓർക്കാം, ഹാർട്ട് ഹോൾട്ടർ മോണിറ്റർ അല്ലെ, കാർഡിയാക് മോണിറ്റർ അങ്ങനെ ഓർത്ത് വെക്കാം കേട്ടോ. ECG എന്ന് പറഞ്ഞാല് എന്താണ് ആ ഒരു പെർട്ടിക്കുലർ ടൈമിന്റെ ഒരു ഹാർട്ടിന്റെ പ്രവർത്തനം അല്ലേ എക്സാമിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അല്ലേ. പക്ഷെ ഹോൾട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞാല് നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 24 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 48 മണിക്കൂർ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോണിറ്ററിന്റെ ഇതനുസരിച്ച് അല്ലെ, എന്താണ് അഡ്വാൻസ് എത്രത്തോളം അഡ്വാൻസ് ആണോ അതനുസരിച്ച് നമുക്ക് ഒരാഴ്ച വരെയുള്ള
കണ്ടിന്യൂസ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ ഹാർട്ട് പ്രവർത്തനങ്ങളെ നമുക്ക് എക്സാമിൻ ചെയ്യാനായി സാധിക്കുന്നു. നോക്കാം. അപ്പൊ നമ്മ ഹോൾട്ടർ മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ECG എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു സെക്കൻഡ് അല്ലെ അല്ലെങ്കിൽ ഒരു മിനിറ്റ് അല്ലേ നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ നോക്കുള്ളൂ. പക്ഷെ ഹോൾട്ടർ മോണിറ്റർ എന്താണ് കണ്ടിന്യൂസ് ആ ഒരു 24 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 48 ICU പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ ICUലോ അല്ലെങ്കിൽ സർജറി ഹാർട്ടിന്റെ സർജറി കഴിഞ്ഞ പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഹാർട്ട് സംബന്ധമായ സർജറി കഴിഞ്ഞ്. അപ്പൊ അവരൊക്കെ എന്താണ് ഹാർട്ടിന്റെ പ്രവർത്തനം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം അല്ലെ നിരീക്ഷിക്കണ്ടേ. അപ്പൊ അതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഹോൾട്ടർ മോണിറ്റർ. ഇനി നോക്കാം എന്താണ് ഹോൾട്ടർ മോണിറ്റർ. ഇസ് എ പോർട്ടബിൾ ഡിവൈസ്. നമുക്ക് മാറ്റാൻ പറ്റാവുന്ന അല്ലെ പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആണ്. വിച്ച് ഓപ്പറേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാറ്ററി. ഇത് എന്തിന്റെ സഹായത്തോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്? ബാറ്ററിയുടെ സഹായത്തോടെ അല്ലെ. നെക്സ്റ്റ് ടു മെഷർ ആൻഡ് റെക്കോർഡ്സ് യുവർ ഹാർട്ട് ഫങ്ഷൻസ് ECG. അതായത് നമ്മ പറഞ്ഞു ECG ഒരു ഇത്തിരി സെക്കൻഡ് സമയത്തേക്കാണ് അല്ലെ. പക്ഷെ എന്താണ് ഹാർട്ട് ഫങ്ഷനിങ് ECG കോൺസ്റ്റന്റ്ലി for 24 to 48 hours or longer depending on the type of monitoring used. നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഹോൾട്ടർ മോണിറ്ററിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെയോ അല്ലെങ്കിൽ ഒരാഴ്ച വരെയോ നമുക്ക് എന്താണ് ഒരു പേഷ്യന്റിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർട്ടിന്റെ ഫങ്ഷൻസിനെ പ്രവർത്തനങ്ങളെ നമുക്ക് റെക്കോർഡ് ചെയ്യാനും മെഷർ ചെയ്യാനും സാധിക്കുന്നു. Next, the instrument has the size of a small camera. ഇപ്പൊ ഈ ആളുടെ കഴുത്തിൽ തൂക്കിയിരിക്കുന്നത് കണ്ടില്ലേ ഒരു എക്യുപ്മെന്റ്. അപ്പൊ അതെന്താണ് ഒരു ചെറിയൊരു ക്യാമറയുടെ വലിപ്പമുള്ളൂ അല്ലെ അല്ലെ. അപ്പൊ എന്താണ് ഇതൊരു ചെറിയ ക്യാമറയുടെ സൈസിലാണ് വരുന്നത്. ഇറ്റ് ഹാസ് വയേഴ്സ് വിത്ത് സിൽവർ ഡോളർ സൈസ് ഇലക്ട്രോഡ്സ് ദാറ്റ് ഫിക്സ് യുവർ സ്കിൻ. അതെന്താണ് അതിൽ പല ഇലക്ട്രോഡ്സുകൾ ഉണ്ട്. നമുക്ക് ECG എടുക്കുമ്പോൾ അങ്ങനെയല്ലേ കുറെ ഇലക്ട്രോഡ്സുകൾ ഉണ്ടാവും അല്ലെ. ആ ഒരു മെഷീനും അത് നമ്മുടെ ചെസ്റ്റിന്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ ഘടിപ്പിക്കുമല്ലോ സ്കിന്നുമ്മ ഫിറ്റ് ചെയ്യില്ലേ. എന്നിട്ടല്ലേ നമ്മുടെ ECG എടുക്കുന്നത്. അതേപോലെ ഈ ഹോൾട്ടർ മോണിറ്ററിൽ ഒരുപാട് വയറുകൾ കണ്ടോ അപ്പൊ അതിന്റെ ചുറ്റുണ്ട് എന്തുണ്ട് ഇലക്ട്രോഡ്സുകൾ ഉണ്ട്. ആ ഇലക്ട്രോഡ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മ ഹാർട്ടിന്റെ അവിടെ സ്കിന്നില് പല സ്ഥലത്തായിട്ട് ഫിറ്റ് ചെയ്തിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങള് രേഖപ്പെടുത്തുന്നതും അളക്കുന്നതും. ഓക്കെയാണോ? ഇപ്പൊ നമുക്കിത് കഴുത്തിൽ തൂക്കിയിട്ടാണ് ഇരിക്കുന്നത്. ചിലവർക്ക് ഇടുപ്പിൽ ചില ഹോൾട്ടർ മോണിറ്റർ നമുക്ക് ഇടുപ്പിൽ വെച്ചിട്ട് മെഷർ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? അതായത് 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെയോ അതല്ലെങ്കിൽ ഒരാഴ്ച വരെയോ ഹാർട്ട് സംബന്ധമായ രോഗികൾക്കോ അല്ലെങ്കിൽ തീവ്രപരിചരണത്തിൽ കിടക്കുന്ന രോഗികളുടെയോ ഹാർട്ട് പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യാനായിട്ട് നിരീക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ ക്യാമറയുടെ വലിപ്പത്തിലുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഹോൾട്ടർ മോണിറ്റർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് കാർഡിയാക് ടേബിൾ. കാർഡിയാക് ടേബിൾ കണ്ടിട്ടുണ്ടോ? ഇതിന്റെ പേര് മാത്രമേ ഉള്ളൂ കേട്ടോ കാർഡിയാക് ടേബിൾ. ഓക്കെ. A table in the hospital for patients used when hospitalization വേണ്ട കേട്ടോ അത് വെട്ടിക്കളയാ. പേഷ്യൻസിനെ എന്താണ് ഹോസ്പിറ്റലൈസ്ഡ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിൽ താമസിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ടേബിൾ ആണ് കാർഡിയാക് ടേബിൾ. ബട്ട് ടേബിൾ സെറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് വിത്ത് പില്ലോ ഓൺ ഇറ്റ്. പേഷ്യൻസ് ക്യാൻ ഇൻക്ലൂഡ് ഫോർവേഡ് ആൻഡ് ടേക്ക് റെസ്റ്റ് അല്ലെ. എന്താണ് നമുക്ക് അതിലെ ബെഡ് ഒക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പില്ലോ ഒക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബെഡ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെ കട്ടിലായിട്ട് ഉപയോഗിക്കാലോ. അതല്ല ടേബിൾ വിത്തൗട്ട് പില്ലോ ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ് ആൻഡ് മീൽസ് അല്ലെ. അതായത് പില്ലോ ഉപയോഗിക്കാതെയാണെങ്കിൽ നമുക്കത് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടോ
ആയിട്ടോ അതല്ലെങ്കിൽ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ടേബിൾസ് ആയിട്ട് യൂസ് ചെയ്യാം. യൂസ്ഡ് ഫോർ പേഷ്യൻസ് വിത്ത് കാർഡിയാക് കണ്ടീഷൻ ആൻഡ് ആസ്മ ഉള്ളവർക്കോ അല്ലെങ്കിൽ കാർഡിയാക് കണ്ടീഷനിലുള്ളവർക്കോ അല്ലെ എന്തൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതല്ലാണ്ട് ഈ കിടപ്പ് രോഗികളൊക്കെ ഇല്ലേ, സ്ഥിരവയ്യാണ്ട് അല്ലെങ്കിൽ കിടപ്പ് രോഗികളല്ല, എണീച്ച് മാറാൻ പറ്റാത്ത പേഷ്യൻസിനൊക്കെ എന്ത് ചെയ്യും, അവരുടെ അടുത്തൊക്കെ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കണം അല്ലെ, ആണോ? അപ്പൊ അങ്ങനെയുള്ള ടേബിൾ ആയിട്ടും നമുക്ക് എന്ത് ഉപയോഗിക്കാം, കാർഡിയാക് ടേബിൾ യൂസ് ചെയ്യാം. കണ്ടിട്ടുണ്ടോ കാർഡിയാക് ടേബിള്? കണ്ടിട്ടുണ്ടോ? ആ, കണ്ടിട്ടില്ല. ഓക്കെ, ചിലര് കണ്ടിട്ടുണ്ട്. അതായത് നമുക്ക് അതിന്റെ അടിയിൽ ആ ഒരു ടേബിൾ കണ്ടോ, ആ ടേബിളിന്റെ അടിയിൽ വീൽസ് ഉണ്ട് കണ്ടോ, വീൽസ്. അപ്പൊ നമുക്ക് അതെന്താ, എവിടേക്ക് വേണമെങ്കിലും ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് ഉന്തിക്കൊണ്ട് പോവാം അല്ലെ. നമുക്ക് ഒരുപാട് ഭാരം പൊക്കി കൊണ്ടുപോകണോ, നമുക്ക് ഉന്തി ഒരു സൈഡിലേക്കൊക്കെ മാറ്റി വെക്കാം അല്ലെ. അപ്പൊ ആസ്മ പേഷ്യൻസിന് അല്ലെങ്കിൽ കാർഡിയാക് കണ്ടീഷൻസിൽ കിടക്കുന്ന അല്ലെ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുള്ള പേഷ്യൻസിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്താണ്, ഹോസ്പിറ്റലില് നമുക്ക് പില്ലോ ഒക്കെ വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെഡ് ആയിട്ടും അതല്ലെങ്കിൽ നമുക്ക് എഴുതാനുള്ളതോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള ടേബിൾസ് ആയിട്ടും നമുക്ക് ഈ കാർഡിയാക് ടേബിൾ യൂസ് ചെയ്യാം. ഓക്കെ ആണോ? നെക്സ്റ്റ് മിസ് നെക്സ്റ്റ് എടുക്കുന്നില്ല മിസ്, ഇത് ഇത്രയും വെച്ച് നിർത്താണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി കേട്ടിട്ടുണ്ടോ? EMG അല്ലെങ്കിൽ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? ആരും കേട്ടിട്ടില്ല? ഓക്കെ, ഒന്ന് യൂട്യൂബിൽ ഒന്ന് എടുത്ത് അതിന്റെ ഒരു വീഡിയോ കാണാം കേട്ടോ, നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ്. ചെയ്യില്ലേ എല്ലാവരും? ഓക്കെ, ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിലാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പ് ജസ്റ്റ്